കൂടുതൽ സമ്പത്ത് എങ്ങനെ ആകർഷിക്കാം എന്നുള്ള ഡോക്ടർ ജോ ഡിസ്പെൻസയുടെ പോഡ്കാസ്റ്റിന്റെ മൂന്നാമത്തെ പാർട്ടാണിത്. ഇതിനു മുൻപുള്ള പാർട്ടുകൾ കണ്ടില്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ എപ്പോഴാണോ പോസിറ്റീവായി പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്, അപ്പോൾ ഇതുവരെ കാണാത്ത പല അവസരങ്ങളും നിങ്ങളുടെ മുൻപിൽ കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അഥവാ ദൃഷ്ടികോണിന്റെ മാറ്റം, വളരെ വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും കൊണ്ടുവരും. സക്സസ്ഫുൾ ആയ വ്യക്തികളുടെ ഉദാഹരണം എടുക്കുക. തൻ്റെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ജീവിതം മാറ്റിയെടുത്ത ഒരു ക്ലാസിക് ഉദാഹരണം നമുക്ക് കേൾക്കാം. ഇത് ഓപ്പറ വിൻഫ്രയുടെ ജീവിതാനുഭവമാണ്. വളരെയധികം ദാരിദ്ര്യത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷേ മനോഭാവത്തിൻ്റെ മാറ്റം കൊണ്ടും പോസിറ്റീവ് തിങ്കിങ് കൊണ്ടും അവർ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ സ്ത്രീകളുടെ പട്ടികയിൽ ഇടം നേടി. കൂടുതൽ നേടാൻ ഞാൻ അർഹയാണെന്ന് അവർ സ്വയം വിശ്വസിച്ചു. നിങ്ങളും അതുപോലെ സ്വയം വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ സമൃദ്ധിയുടെ ഉച്ചശ്രേണിയിൽ എത്താൻ സാധിക്കും. സമൃദ്ധിയുടെ രഹസ്യം രത്നച്ചുരുക്കത്തിൽ പറയാം. എനിക്കിത് നേടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുക. ഞാൻ അതിന് അർഹനാണ് എന്ന് വിശ്വസിക്കുക. ശേഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാധ്യതകൾക്കായി തുറന്ന മനസ്ഥിതിയോടുകൂടി ജീവിക്കുക. ഇങ്ങനെയൊരു തുറന്ന മനസ്ഥിതി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മുൻപിൽ വരുന്ന സാധ്യതകളെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാനും നേടിയെടുക്കാനും സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്യാൻ ആരംഭിക്കുക. നാളെ രാവിലെ എഴുന്നേറ്റ ഉടൻ കണ്ണാടിയിൽ നോക്കുക. എന്നിട്ട് ഇങ്ങനെ പറയുക, ഇന്ന് വളരെ അത്ഭുതകരമായ ദിവസമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സമൃദ്ധിയെ ആകർഷിക്കാൻ തയ്യാറാണ്. ഇത് ബുദ്ധിമുട്ടുള്ളതായി തോന്നിയേക്കാം, പക്ഷേ നിങ്ങൾ വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം സമൃദ്ധിയെ സ്വാഭാവിക കാര്യമായി അനുഭവിക്കാൻ തുടങ്ങുന്നു. ഈ അഭ്യാസം ഒരാഴ്ച ചെയ്യുക. ശേഷം നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റത്തെ തിരിച്ചറിയുക. നിങ്ങൾ കൂടുതൽ സമ്പത്ത് ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ഒരു രഹസ്യം വീണ്ടും മനസ്സിലാക്കൂ. നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് നോക്കുന്നത്, അതിനനുസരിച്ചാണ് ലോകം നിർമ്മിക്കപ്പെടുന്നത്. ശരിയായ പരിവർത്തനം തുടങ്ങുന്നത് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ നിന്നാണ്. നിങ്ങളുടെ മസ്തിഷ്കത്തിൽ മാറ്റം കൊണ്ടുവരുന്ന പ്രോസസ്സ് വളരെ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ സ്വതവേ ഈ ബ്രഹ്മാണ്ഡം നിങ്ങളെ ആ രീതിയിലേക്ക് മാറുന്നതിനായി സഹായിക്കാൻ തുടങ്ങുന്നു. അതിനാൽ തുടക്കം നിങ്ങളുടെ മസ്തിഷ്കത്തിൽ നിന്നാവണം. നിങ്ങൾക്കായി സാധ്യതകളുടെ വാതിലുകൾ തുറക്കപ്പെടും. നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത തരത്തിലുള്ള സാധ്യതകൾ നിങ്ങളുടെ മുൻപിൽ വരും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏതു തരത്തിലുള്ള വാക്കുകളാണ് നിങ്ങളെ പ്രതി ഉപയോഗിക്കാൻ പോകുന്നത്? ഏതു തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ സമൃദ്ധിയെ ആകർഷിക്കാൻ പോകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ ഇനി പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള ആന്തരിക സംവാദം, ആന്തരിക സംഭാഷണം. നിങ്ങളൊരു പക്ഷേ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതായത്, ഞാൻ വളരെ മോശമാണ്, എനിക്ക് നല്ലതായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല തുടങ്ങിയ നെഗറ്റീവ് ചിന്തകളാൽ നിങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. പണം എന്നിലേക്ക് വരുന്നില്ല, എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അതായത്, നെഗറ്റീവായിട്ടുള്ള സംഭാഷണങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള നെഗറ്റീവായ ചെറിയ ചെറിയ വാചകങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ തടസ്സങ്ങളുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ രഹസ്യത്തെ മനസ്സിലാക്കൂ. നിങ്ങളുടെ ആന്തരിക സംഭാഷണങ്ങളുടെ ശക്തിയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കൂ. മിക്ക ആളുകളുടെയും മനസ്സിൽ ഇങ്ങനെ അറിയാതെ തന്നെ ഈ തരത്തിലുള്ള ചാറ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായി പല പ്രാവശ്യം പറയുന്ന ഈ വാക്കുകൾ അവർക്ക് ചുറ്റും ഒരു വലിയ മതിൽക്കെട്ട് നിർമ്മിക്കുകയും അവർ ആഗ്രഹിക്കുന്ന ഒരു റിയാലിറ്റി നിർമ്മിക്കുന്നതിന് ബാധയായി തീരുകയും ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ ഈ പ്രശ്നത്തിന് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താം എന്ന് മനസ്സിലാക്കാം. ഇതൊരു വീഡിയോ സീരീസ് ആണ്. ഈ വീഡിയോയുടെ അടുത്ത പാർട്ട് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്